സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, തുടരെയുള്ള പരാജയങ്ങൾ, പലതരം പ്രഷറുകൾ, ഇവയൊക്കെ ഫേസ് ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവാണ്. നമ്മളിൽ മിക്കവരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. പലരും പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, പലതരം വിഷമങ്ങളും പ്രയാസങ്ങളും കാരണം ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന്. നിങ്ങൾ ചിലപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളായിരിക്കും. നിങ്ങൾ ആരായിരുന്നാലും ഫോക്കസ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്തെടുക്കുക എന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതിന് ബിസിനസ് ആയിരുന്നാലും ശരി, ഒരു പരീക്ഷയ്ക്കായിരുന്നാലും ശരി, ജോലിയിലായിരുന്നാലും ശരി, അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിലായിരുന്നാലും ശരി, ഫോക്കസ് എന്നത് വളരെ അത്യാവശ്യമാണ്. ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും മറന്ന് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കൊച്ചു കഥയാണ് ഇന്നത്തെ വീഡിയോ. ജപ്പാനിൽ നിന്നുള്ളൊരു കഥയാണ്, ഒരു സെൻ കഥ. കഥ ഇങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുൻപ് ജപ്പാനിൽ തക്കേഷി എന്നൊരാൾ ജീവിച്ചിരുന്നു. മിടുക്കനായ ഒരു അമ്പെയ്ത്തുകാരൻ, ഒരു ആർച്ചറായിരുന്നു തക്കേഷി. കുട്ടിക്കാലം മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ് തക്കേഷി അമ്പെയ്ത്ത് എന്ന കല. പലതരം മത്സരങ്ങൾ, പരിപാടികൾ, ഇവയിലെല്ലാം പങ്കെടുത്ത് സമ്മാനമായി കിട്ടുന്ന പണമാണ് തക്കേഷിയുടെ പ്രധാന വരുമാനം. ഒരു ചെറുപ്പക്കാരനായപ്പോൾ നമ്മളിൽ പലരും ഫേസ് ചെയ്യുന്നത് പോലെ തക്കേഷിക്കും പലതരം പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നു. സാമ്പത്തിക പ്രതിസന്ധി, കുടുംബത്തിലെ വഴക്കുകൾ, അങ്ങനെ പലതും. സ്വാഭാവികമായി ഇത് തക്കേഷിയുടെ കഴിവിനെയും ബാധിക്കാൻ തുടങ്ങി. തക്കേഷിയുടെ ഫോക്കസ് സാവധാനം നഷ്ടമാകാൻ തുടങ്ങി. അയാൾക്ക് മത്സരത്തിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കാതെയായി. സ്വാഭാവികമായി തക്കേഷിയുടെ അമ്പുകളും ലക്ഷ്യസ്ഥാനത്ത് കൊള്ളാതെയായി. ഇതോടെ അയാളുടെ വരുമാനം കുറയാൻ തുടങ്ങി. തുടരെ മത്സരങ്ങളിൽ പരാജയപ്പെടാൻ തുടങ്ങിയപ്പോൾ തക്കേഷിയുടെ ആത്മവിശ്വാസവും ഇല്ലാണ്ടായി. ഇത് അയാളെ കൂടുതൽ കുഴപ്പത്തിലാക്കി. അങ്ങനെ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തക്കേഷിയുടെ ഗ്രാമത്തിൽ ഒരു സന്യാസി വരുന്നത്, ഒരു സെൻ സന്യാസി. നാട്ടിൽ മുഴുവൻ ഈ സന്യാസിയെക്കുറിച്ചാണ് ചർച്ച. ഈ സന്യാസി അദ്ദേഹത്തിൻ്റെ വിസ്ഡത്തിനും പ്രഭാഷണങ്ങൾക്കും വളരെയധികം പ്രശസ്തനാണ്. ഇതിനു പുറമെ ഒരുപാട് ആൾക്കാർ ഈ സന്യാസിയുടെ അനുഗ്രഹം കൊണ്ട് വലിയ നിലകളിൽ എത്തിയതായിട്ടുള്ള കഥകൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. തക്കേഷിയും ഈ കഥകൾ കേട്ടിട്ടുണ്ട്. തക്കേഷിക്ക് തോന്നി, ഒന്ന് പോയി ഈ സന്യാസിയെ കണ്ടേക്കാം. ഇദ്ദേഹം അനുഗ്രഹിച്ചാൽ ചിലപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം വന്നാലോ. അങ്ങനെ തക്കേഷി സന്യാസിയുടെ ആശ്രമത്തിൽ ചെന്നു. സന്യാസിയെ കണ്ടു. അയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. തക്കേഷിയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ സന്യാസി പറഞ്ഞു, എനിക്ക് നിങ്ങളെ അനുഗ്രഹിക്കാൻ സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിങ്ങളുടെ കല കാണണം. നിങ്ങളുടെ പേര് ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. നിങ്ങളെക്കാളും മികച്ചൊരു അമ്പെയ്ത്തുകാരൻ ഈ നാട്ടിലില്ല എന്നാണ് പലരും പറയുന്നത്. ആ കഴിവ് എനിക്കൊന്ന് കാണണം. തക്കേഷി സമ്മതിച്ചു. സന്യാസി അവൾ നിന്ന മുറിയിൽ ദൂരെയുള്ളൊരു ചുമരിൽ ഒരു സർക്കിൾ വരച്ചു, ഒരു വൃത്തം. എന്നിട്ട് പറഞ്ഞു, ഈ സർക്കിളിൻ്റെ കൃത്യം നടുക്ക് വേണം നീ അമ്പെയ്യാൻ. തക്കേഷിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. തക്കേഷി അമ്പെയ്യാനായി തയ്യാറായി. അമ്പെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് സന്യാസി തക്കേഷിയെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ചെറിയൊരു മാറ്റമുണ്ട്. ഇത് പറഞ്ഞിട്ട് സന്യാസി പോയി. തിരിച്ചു വരുന്നത് ഒരു കപ്പായിട്ടാണ്. കപ്പിൽ നിറച്ചും ചായയാണ്. ചായ നിറച്ചിരിക്കുന്ന ഈ കപ്പ് സന്യാസി തക്കേഷിയുടെ തലയിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി അമ്പെയ്തോളൂ. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഒരു തുള്ളി ചായ പോലും താഴെ വീഴാൻ പാടില്ല. അങ്ങനെ വേണം നീ അമ്പെയ്യാൻ. സന്യാസിയുടെ ആവശ്യം തക്കേഷിക്ക് വളരെയധികം വിചിത്രമായി തോന്നി. പക്ഷെ എന്നാലും അവൻ അമ്പെയ്യാൻ ശ്രമിച്ചു. നിർഭാഗ്യവശാൽ അമ്പ് ലക്ഷ്യസ്ഥാനത്ത് ചെന്നില്ല. അമ്പ് ലക്ഷ്യം കണ്ടില്ലെന്ന് മാത്രമല്ല, ചായ താഴെ വീഴുകയും ചെയ്തു. പിന്നെയും തക്കേഷി ശ്രമിച്ചു നോക്കി. എല്ലാ തവണയും പരാജയമായിരുന്നു ഫലം. ഒരുപാട് തവണ ശ്രമിച്ചിട്ടും തനിക്ക് ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യം പോലും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നായപ്പോൾ തക്കേഷിക്ക് വല്ലാത്ത വിഷമമായി. അവൻ കരയാൻ തുടങ്ങി. സന്യാസി തക്കേഷിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് തക്കേഷിയുടെ തലയിൽ നിന്നും ആ ചായക്കപ്പെടുത്ത് മാറ്റി. എന്നിട്ട് പറഞ്ഞു, ഒന്നും കൂടെ ശ്രമിക്കൂ. തക്കേഷി ഒന്നും കൂടെ ശ്രമിച്ചു.
ഇത്തവണ അമ്പ തന്നെ ലക്ഷ്യം കണ്ടു. കൃത്യം ആ സർക്കിളിന്റെ സെന്ററിൽ തന്നെ അമ്പ് ചെന്ന് തറച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് സന്യാസി തക്കേഷിയെ നോക്കി പറഞ്ഞു, അമ്പെയ്യുന്ന സമയത്ത് തലയിൽ വേറൊന്നും പാടില്ല. തക്കേഷിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ സന്യാസിയുടെ കാലിൽ വീണു. സന്യാസി അവനെ അനുഗ്രഹിച്ചു. പിന്നീട് ഒരിക്കലും തക്കേഷി പരാജയപ്പെട്ടിട്ടില്ല. നോക്കൂ, തക്കേഷി അമ്പെയ്യുന്ന സമയത്ത് ഒരു കപ്പാണ് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ നമ്മളിൽ പലരും ഒരേ സമയം 10ഉം 20ഉം കപ്പാണ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പരാജയപ്പെടുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? നോക്കൂ, ഓരോ കപ്പും ഓരോ പ്രയാസവും ബുദ്ധിമുട്ടും വിഷമവുമാണ്. പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ കപ്പുകൾ തലയിൽ വെച്ചുകൊണ്ട് അവ ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജോലി ചെയ്യാൻ ശ്രമിച്ചാൽ പരാജയപ്പെടും. ഇത് സ്വാഭാവികമാണ്. സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഒരൊറ്റ വഴിയുള്ളൂ, പ്രയാസങ്ങളുടെ കപ്പെല്ലാം താഴെ വയ്ക്കുക. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ എന്തെങ്കിലും പാത സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അതെന്ത് തന്നെയായിരുന്നാലും പൂർണ്ണ വിശ്വാസത്തോടെ, കോൺഫിഡൻസോടെ മുന്നോട്ട് പോവുക. ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും.